മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ രാജി ആവശ്യപ്പെട്ട് വിശ്വാസികളുടെ മുറവിളി ഉയർന്നു. സീറോ മലബാർ സഭയ്ക്കുള്ളിലെ തർക്കങ്ങൾക്ക് കാരണം മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ നിലപാടാണ്. അതുകൊണ്ടാണ് വിശ്വാസികൾ രാജി ആവശ്യപ്പെട്ട് മുറവിളി കൂട്ടുന്നത്. എന്നാൽ ഇതുവരെ അദ്ദേഹം രാജിവെച്ചിട്ടില്ല. രാജി സമ്മർദ്ദം സിനഡ് മെത്രാന്മാരിൽ നിന്നും ഉയരുന്നുണ്ട്. സീറോ മലബാർ സ്ഥിരം സിനഡ് കാര്യക്ഷമമല്ല എന്നും സഭാ ചാൻസലർ എബ്രഹാം കാവിൽപുരയിടം എന്ന വിവാദ വൈദികന്റെ ദുർഭരണത്തിന് സിനഡ് കൂട്ടുനിൽക്കുകയാണ് എന്നും വിശ്വാസികൾ ആരോപിക്കുകയാണ്. രാജി ആവശ്യപ്പെട്ട് വിശ്വാസികൾ ഇതിനകം പല പ്രതിഷേധങ്ങളും നടത്തി. ജൂൺ 19 സീറോ മലബാർ സഭയുടെ ഭാഗമായ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അംഗങ്ങൾ ആർച്ച് ബിഷപ്പ് തട്ടിലിനെയും വികാരി ജോസഫ് പാംബ്ലാനിയുടെയും രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. മെത്രാന്മാർ മേജർ സഭയുടെ പഠിപ്പിക്കലുകൾക്ക് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് എന്നും കുർബാന ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് വത്തിക്കാന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ല എന്നും വിശ്വാസികൾ ആരോപിച്ചിരിക്കുകയാണ്. വിശ്വാസികളുടെ കൂടെ നിൽക്കാത്ത സീറോ മലബാർ സിനഡ് പിരിച്ചുവിട്ട് വത്തിക്കാൻ ഭരണം ഏർപ്പെടുത്താൻ വിശ്വാസികൾ ശബ്ദമുയർത്തുന്നു. വിശുദ്ധ കുർബാനയുടെ ഏകീകൃത രീതി സംബന്ധിച്ച് സഭയ്ക്കുള്ളിലെ വിശാലമായ സംഘർഷത്തിൽ നിന്നാണ് ഈ അസ്വസ്ഥത ഉടലെടുത്തിരിക്കുന്നത്. ഇത് സഭാ നേതൃത്വം ഏർപ്പെടുത്തിയ മാറ്റങ്ങളെ വിശ്വാസികൾ ചെറുക്കുന്നതിന് കാരണമായി. തർക്കങ്ങൾ ഇതിനകം തന്നെ വൈദികർക്കും സാധാരണക്കാർക്കും ഇടയിൽ കാര്യമായ പിരിമുറുക്കങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ചില പുരോഹിതന്മാർ ആർച്ച് ബിഷപ്പ് എടുത്ത തീരുമാനങ്ങളെ പരസ്യമായി എതിർക്കുന്നു. ഭൂരിഭാഗം വിശ്വാസികളും ആവശ്യപ്പെടുന്നത് തട്ടിൽ രാജിവെച്ച് പുറത്തു പോകണം എന്ന് തന്നെയാണ്. സീറോ മലബാർ സഭയിലെ വിവാദ നായകൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ രാജി ആവശ്യപ്പെട്ട് മുറവിളി ഉണ്ട്. സഭാ ഭരണത്തിൽ സഭാ ചാൻസലർ എബ്രഹാം കാവിൽപുരയിടം അട്ടിമറികൾ നടത്തുന്നത് വിശ്വാസികൾക്ക് ചോദ്യം ചെയ്തിട്ടും സിനഡ് മൗനം പാലിക്കുകയാണ്. സമ്മർദ്ദങ്ങളും രാജിവെക്കാനുള്ള ആഹ്വാനങ്ങളും ഉണ്ടായിരുന്നിട്ടും മാർ റാഫേൽ തട്ടിൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി തുടരുന്നത് സഭയെ ദുർബലമാക്കും. 2024 ജനുവരിയിൽ അദ്ദേഹം ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം പൊതുജനങ്ങളുടെ എതിർപ്പ് നേരിടേണ്ടി വന്നു. എന്നിരുന്നാലും ഏറ്റവും പുതിയ വാർത്തകൾ പ്രകാരം അടുത്ത സിനഡിൽ രാജി നടക്കുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്യും എന്നുള്ളത് തന്നെയാണ്. കാരണം ദുർബലനായ തട്ടിലിനെ വെച്ച് സീറോ മലബാർ സഭയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല.